കുറേ ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്. ആരെങ്കിലും എന്നെ കാണാൻ ആഗ്രഹിച്ചായിരുന്നോ? ആഗ്രഹിച്ചോ ഇല്ലയോ, യെസ്സോ നോയോ ഒന്നിട്ടേക്കണേ. ടുഡേ ഈസ് വെരി 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 ബിസി ഡേ. ഇന്ന് മീൻ എടുക്കാൻ പോയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് മീൻ എടുക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ മീൻ സ്റ്റോക്കില്ല. അതോ വരുന്നത് മൊത്തം ഇൻ്റർനാഷണൽ ഓർഡറുകളും. ഇൻ്റർനാഷണലിൽ ഞാൻ ഇവിടുന്ന് കൊറിയർ അയച്ചാലും ഫ്രഷായിട്ടുള്ളതേ അയക്കാറുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി അവർ 14 ദിവസമാണ് എല്ലാ രാജ്യത്തേക്കും പറയുന്നത്, കുറഞ്ഞത് 14 ദിവസം. അപ്പോൾ എൻ്റെ കയ്യിലൊരു 5-6 ദിവസമായി ഇട്ടിട്ട് അങ്ങനെയുള്ള അച്ചാറുണ്ടെങ്കിലും നോൺ വെജ് കുഴപ്പമില്ല. നോൺ വെജ് മീനും ബീഫും മാത്രം ഒരു 6-7 ദിവസമായേ ഉള്ളിട്ടിട്ട് ആ സമയത്തൊരു ഓർഡർ വരുന്നു എങ്കിലും ഞാൻ അത് അയക്കാറില്ല. പുതിയതിട്ട് തലേന്നിട്ട് ഇന്ന് ഇൻ്റർനാഷണൽ അയക്കും, ആ രീതിയിലാണ് അയക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് അയച്ചു. അപ്പോൾ മീൻ എൻ്റെ ഈ സ്റ്റോക്ക് ഒന്നുമില്ല. 3 ദിവസമായിട്ട് മീൻ പോവാണ്, കിട്ടുന്നില്ല. അപ്പോൾ ഇന്നലെ അവർ വിളിച്ച് പറഞ്ഞു ഇന്ന് ചെല്ലാനായിട്ട്. അങ്ങനെ രാവിലെ മീൻ എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് നല്ല തിരക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നുണ്ട്, സ്റ്റാറ്റസ് കാണുന്നില്ല, വീഡിയോ കാണുന്നില്ല, എന്ത് പറ്റി ബെൻസി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ് 21 ദിവസത്തെ, ഡിസംബർ 1 തൊട്ട് 21 വരെ. അപ്പോൾ തീരാറായി വരുന്നു. ഇന്ന് 19ാമത്തെ ദിവസം. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് അച്ചാറാണ്. സാധാരണ ഞാൻ മീനും ബീഫും ഒക്കെ മേടിച്ച് അന്ന് തന്നെ അച്ചാറിട്ടെല്ലാം കംപ്ലീറ്റ് ആക്കും. ഇന്ന് പക്ഷേ എനിക്ക് സംശയമുണ്ട്. കാരണം വൈകിട്ട് 6:30 ആകുമ്പോൾ പ്രയർ തുടങ്ങും. രാവിലെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകാറില്ല. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ജോസൻ രാവിലെ പോയിരുന്നു. ഒരു ദിവസം പോലും ഞാൻ രാവിലെ പോയിട്ടില്ല. എല്ലാം കൂടെ നടക്കത്തില്ല. വൈകിട്ട് മുടങ്ങാതെ പോകുന്നുണ്ട്. ഒരു ദിവസം മുടങ്ങി, നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയ ദിവസം. അന്ന് ഞാൻ എൻ്റെ പണിയെല്ലാം നിന്നപ്പോൾ വെളുപ്പിന് 2 മണിയെങ്കിലും ആയി. എല്ലാം തീർന്നപ്പോൾ രാവിലെ തുടങ്ങിയതാണ് ചമ്മന്തിപ്പൊടിയുടെ പരിപാടി. അങ്ങനെ ഒരു ദിവസം 2 ദിവസം അങ്ങനെ ലേറ്റായി. അങ്ങനെ പോയില്ല. ഇനി പിന്നെ ഒന്നും മുടങ്ങിയിട്ടില്ല. ദൈവകൃപയാൽ എല്ലാം പോകാൻ പറ്റി. അങ്ങനെ എന്താണ് പറഞ്ഞു വന്നത്, അങ്ങനെ ഇന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ 6:30 മുമ്പ് തീരുമെന്നുണ്ടെങ്കിൽ ഇന്ന് അച്ചാറിട്ട് തീർക്കും. അല്ലെന്നുണ്ടെങ്കിൽ വറുത്ത് വെച്ചിട്ട് നാളെ രാവിലെ അച്ചാറിടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി നാളെ എനിക്ക് ബീഫ് ഇടണം. ഇപ്പോൾ കുറേ ദിവസമേ ഈ പ്രയറിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് വന്നതുകൊണ്ടേ. കാരണം വൈകിട്ട് പ്രയറിന് പോകുന്നതുകൊണ്ട് സാധാരണ ഏറ്റവും കൂടുതൽ ഞാൻ അച്ചാറിടാൻ തുടങ്ങുന്നത് ഒരു 3 മണി 4 മണിക്ക് ശേഷമാണ്. കാരണം പകൽ ആരെങ്കിലും വരുവാണെങ്കിലോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ ജോസാന് പുറത്ത് പോകണം, കൊറിയർ അയക്കാൻ പോകണം, പോസ്റ്റ് അയക്കാൻ പോകണം, സാധനങ്ങൾ മേടിക്കാൻ പോകണം. അപ്പം ഞാൻ അച്ചാറിടാണ്ടിരുന്നാൽ നടക്കത്തില്ല. ഒത്തിരി ഒഴിയാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് അച്ചാറിടണമെന്നുണ്ടെങ്കിൽ ജോസ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഗേറ്റ് അങ്ങ് പൂട്ടിയേക്കും. കാരണം കടയുള്ളത് കൊണ്ട് ഇടയ്ക്ക് ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ എനിക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ ഇറങ്ങിപ്പോകാൻ പറ്റാറില്ല. അങ്ങോട്ട് ഗേറ്റ് പൂട്ടിയേച്ച് പോകും. അന്നേരം ആരും വരത്തില്ലല്ലോ. അതുകൊണ്ട് അതാണ് ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഇപ്പം കൊട്ടാരക്കരയെന്നൊക്കെ, ഞങ്ങളിവിടെ കൊട്ടാരക്കരയുണ്ട്, അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് വിളിക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഇതാണ്. കാരണം ജോസൻ ഇവിടെ ഉണ്ടെങ്കിലേ ആരെങ്കിലും വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ള അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. വീട്ടമ്മമാർക്കറിയാം, സാധാരണ നമ്മുടെ അടുക്കളയിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിലും വന്നാലും നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. അന്നേരം ഞാൻ ഈ 40 കിലോ മീനെ അതുപോലെ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ അച്ചാറുകളൊക്കെ ഇടുമ്പം ഒന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു, എവിടേക്കോ കയറിപ്പോയി. അപ്പോൾ ഇൻ ഷോർട്ട് ഇന്ന് പെട്ടെന്ന് ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ചോറ് അരി തിളപ്പിച്ചിട്ടു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ജോസനും കഴിക്കാണ്ടാ പോയത്. ഒരു കാബേജ് തോരൻ മെനഞ്ഞാന്ന് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് തേങ്ങയൊന്നും ഇല്ലാതെ മെഴുക്കുപുരട്ടി പോലെ ഒരു സംഭവം വെക്കാനായിട്ട്. കോളിഫ്ലവർ അങ്ങനെ വെക്കുമല്ലോ മെഴുക്കുപുരട്ടി പോലെ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബോംബെയിൽ സ്ഥിരം ചപ്പാത്തിക്ക് കോളിഫ്ലവർ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെറുതെ തിന്ന് തീർക്കുമായിരുന്നു. ജോസനായാലും വെറുതെ തിന്ന് തീർക്കുമായിരുന്നു. അപ്പോൾ ആ രീതിക്ക് ഈ കാബേജ് കൂടെ ഒന്ന് വെക്കാനാണ് കേട്ടോ. അപ്പോൾ എന്നെ കാണാതെ ഇരുന്ന് കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി, സുഖമില്ലേ, ഇത്രയും ഇങ്ങനെ വീഡിയോ ഇടാതിരുന്നിട്ടില്ലല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസിലും അപ്ഡേറ്റ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ഒത്തിരി നന്ദി. എനിക്കറിയാം ഞാൻ നിങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് വീഡിയോ ഇടാത്തത്. കാരണം വീഡിയോ ഇട്ടാണ് തുടങ്ങിയത്, അതിൽ കൂടിയാണ് എനിക്ക് ഓർഡറുകൾ കിട്ടുന്നത്. ഇടയ്ക്കൊരു ഷോർട്ടെങ്കിലും ഞാൻ വിചാരിക്കും, ഷോർട്സ് ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നതും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതും സാധനങ്ങൾ കൊണ്ടുപോകുന്നതും ഓരോ ദിവസം എത്ര
പാക്കറ്റ് ഇവിടുന്ന് പോയി, എത്ര പാഴ്സൽ പോയി, ആരുടെയൊക്കെ പോയി എന്നൊക്കെ കാണിച്ച് ഷോർട്സ് എങ്കിലും ഡെയിലി അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബോറായാലോ എന്ന് വിചാരിച്ചു ഓരോ ദിവസം ഇടുന്ന, ഈ ദിവസം ഇന്ന അച്ചാറാണ് ഇട്ടത്, ഈ ദിവസം ഇന്നത്, ഡെയിലി ഇവിടുന്ന് അച്ചാർ ഇടുന്നുണ്ടല്ലോ, അതൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബോറായാലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് കേട്ടോ. അതൊക്കെയാണ് വിശേഷങ്ങൾ. പുതിയ നൈറ്റിയാണ്, കുറച്ച് പുതിയ നൈറ്റി എടുത്ത്. കാരണം കൈയില്ല കേട്ടോ, ഞാൻ കൈവൊക്കെ കാണിക്കുന്നില്ല, ഇത്രേ കാണിക്കുന്നുള്ളൂ. കാരണം അടുക്കളയിൽ നിൽക്കുമ്പോഴേ ഈ ജോലിയൊക്കെ ചെയ്യുമ്പം ഞാൻ കൈയുള്ള നൈറ്റികൾ കാണിച്ചിട്ടില്ലേ, കുറച്ച് കൈയുള്ള നൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് എടുത്തായിരുന്നു. വീഡിയോ എവിടെ എടുത്തു, അതും എടുത്തില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ വരെ ഈ ഇത്രയും കൈയുള്ളത് ഇട്ടുകൊണ്ട് 3/4 അതിലും ഉണ്ട്, നല്ല ഇറക്കമുള്ള കൈയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിട്ടുകൊണ്ട് ഈ അടുക്കള പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അച്ചാറടക്കം എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് ചൂടടിക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അതിട്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യാനായിട്ട് കൈ കുറഞ്ഞ് കുറച്ച് നൈറ്റി എടുത്ത് വീഡിയോയുടെ മുമ്പിൽ ഫുള്ളായിട്ട് വരാൻ പറ്റത്തില്ല. കാരണം കൈ ചിരിയല്ലേ ഉള്ളൂ, അല്ലേ പിന്നെ ദുപ്പട്ട ഇടണം. അതുകൊണ്ട് എങ്കിലും ഞാൻ ഇതിനകത്ത് കംഫർട്ടാണ് കേട്ടോ. കാരണം ഇപ്പം ഈ ചൂട് സമയം, നാട്ടിൽ ചൂടും തണുപ്പും മാറി മാറി നിൽക്കുവാണ്. കാലാവസ്ഥ ഒരു ബോർ കാലാവസ്ഥയാണ്. ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. മെനഞ്ഞാന്ന് രാവിലെ ഒരു പൊടി ചാറ്റ മഴയും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അസുഖങ്ങളുമാണ് കേട്ടോ. പലർക്കും തുമ്മൽ, എനിക്കും തുമ്മലിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട്. പൊടിയടിച്ച്, കാറ്റിൻ്റെ പൊടിയടിച്ചിട്ട് ചെറിയൊരു അലർജി ഇഷ്യൂ ഉണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അപ്പം ഉണ്ടാക്കുന്നതെന്നോ. മിക്കവാറും ഇഡലി, ദോശ, പുട്ട്, ഉപ്പുമാവ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതൊട്ടും ഈസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ തേങ്ങാ വെള്ളം കുറച്ചെടുത്ത് 2-3 ബോട്ടിലാക്കി പഞ്ചസാര ഇട്ട് വെച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കേണ്ടപ്പോൾ ആ തേങ്ങാ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ. പച്ചരി, തേങ്ങ അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ ചോറ്, പിന്നെ ഈ അരച്ച് കഴിഞ്ഞിട്ടുള്ള മാവ് എടുത്ത് കപ്പി കാച്ചി അതുകൂടി കുറച്ച് അരച്ച് ചേർക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ആവശ്യത്തിന് തേങ്ങാ വെള്ളം ഒഴിച്ചിട്ട് ബാക്കി സാധാ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും. ഇതൊരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കുക്കറിലും, അതാവുമ്പോ സവാള ഇട്ട് വഴറ്റി സമയം കളയണ്ട, കുക്കറിലും വെക്കാറുണ്ട്. ഇത് കുക്കറിലല്ല, അല്ലാതെ തന്നെ ഒത്തിരി അങ്ങ് എന്താണ്, സവാള വയണ്ടങ്ങ് റോസ്റ്റ് ഒന്നും ആയിട്ടില്ല. നാളത്തേക്കുള്ള പാക്കിങ്ങിന് വേണ്ടി അച്ചാറുകളൊക്കെ എടുക്കുമായിരുന്നു. നമ്മുടെ കാന്താരി അച്ചാർ പാക്ക് ചെയ്യുമായിരുന്നു. ആ ബോട്ടിൽ അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് കാന്താരിയുടെ ഒരു കാണവേ, അയ്യോ! നമ്മുടെ കാന്താരി അച്ചാർ കുറേ പേര് മേടിച്ചു കേട്ടോ. അതായത് കൂടുതലും കേരളത്തിന് പുറത്തോട്ടുള്ളവരാണ് മേടിച്ചത്. കേരളത്തിൽ ഇപ്പം കാന്താരി പലയിടത്തും വീടുകളിൽ കാണുമല്ലോ. കേരളത്തിന് പുറത്തുള്ളവർക്കല്ലേ ഇതൊക്കെ കിട്ടാത്തത്. അങ്ങനെ ധാരാളം പേര് മേടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നാളത്തേക്കുള്ള പാക്കിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ അടപ്പിൻ്റെ മേളിൽ ഇങ്ങനെ എഴുതുന്നത് മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ. കാരണം ഇവിടുന്ന് മുറിയിലോട്ട് കൊണ്ടുപോയാണല്ലോ സീല് ചെയ്യുന്നതും ലേബൽ ഒട്ടിക്കുന്നതും ഒക്കെ. ലെമൺ ഡേറ്റ്സ്, നമ്മുടെ പുതിയ ബാച്ച് ലെമൺ ഡേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. 40 കിലോ നെല്ലിക്ക അച്ചാർ, മീനച്ചാർ, ബാക്കിയൊക്കെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുവാണേ. ബീഫ് അച്ചാർ. അപ്പോൾ കുറേ പാക്ക് ചെയ്ത് കടയിൽ കൊണ്ടുപോയി പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊരു ഇച്ചിരി ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. നമ്മുടെ ലെമൺ ഡേറ്റ്സ് കാഷ്യൂ അച്ചാർ 40 കിലോ ഇട്ടത്. അച്ചാറിട്ട ശേഷം ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലാക്കി വെക്കുമേ തണുക്കാനായിട്ട്. ഇപ്പോൾ 2 ദിവസമായി ഇട്ട് വെച്ചിട്ട്. ഇതിൽ നിന്ന് ഇപ്പം പാക്കിങ്ങിന് ഇച്ചിരി എടുത്തായിരുന്നു. നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ. സ്ഥിരം മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന്. ഇത് ഒട്ടും തൊട്ടിട്ടില്ല, ഇളക്കിയിട്ടില്ല. ആ മുകളിൽ കിടക്കുന്ന കാഷ്യൂ ആണേ, ഒലിച്ചു പോകുമെന്നോ ഒട്ടും പേടിക്കണ്ട. ഇതിപ്പോൾ അങ്ങോട്ട് മേടിക്കുന്നവർക്ക് നാരങ്ങയ്ക്കകത്ത് മധുരമൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം 2 ദിവസമല്ലേ ആയുള്ളൂ ഇട്ടിട്ട്. അപ്പം അത് ഈ ലെമൺ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. തണ്ടി വെളുത്തിരിക്കുന്നത് കൂടുതലും അണ്ടിപ്പരിപ്പാണ് കേട്ടോ. വെളുത്തുള്ളിയും അണ്ടിപ്പരിപ്പും ഓരോ സ്പൂണിലും നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കിട്ടും. ദാണ്ട തുറക്കുമ്പോഴത്തേക്ക് മണം ഉണ്ടല്ലോ, ഒരന്യായ മണമാണ് ഇതിൻ്റെ. എത്ര ഇട്ടാലും തികയാത്ത ഒരു സംഭവമാണ് ഇത് കേട്ടോ. ഇതേ അതുപോലെ വെളുത്തുള്ളി, നാരങ്ങ വെള്ളക്കിട്ടത്, വെളുത്തുള്ളി കൂടുതലിട്ടിട്ട് നാരങ്ങ വെള്ളക്കിടുമല്ലോ, അതിനകത്ത് വെളുത്തുള്ളി കൂടുതലിടും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മുടെ അടുത്ത ബാച്ച് ലെമൺ കാഷ്യൂ ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. മധുരം മാത്രമല്ല എരിയുണ്ട് കേട്ടോ. എരിയും മധുരവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ ലെമൺ കാഷ്യൂ ഡേറ്റ്സ് എന്ന് പറയുന്നത്.
അല്ലാതെ ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമാണ്, വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കാറില്ല കേട്ടോ. കാരണം അതനുസരിച്ച് ഈന്തപ്പഴം കൂടുതലാണ് ചേർക്കുന്നത്. ഏതായാലും ഭാഗ്യത്തിന് മീൻ കിട്ടി കേട്ടോ. കേരച്ചൂര, നല്ല കേരച്ചൂര കിട്ടി. പലരും ചോദിക്കാറുണ്ട് മീന് കറുപ്പുണ്ടോന്നൊക്കെ. കേരച്ചൂരയ്ക്ക് പൊതുവെ കുറവാണ്. ഉണ്ടെങ്കിലും അത് നമ്മൾ കഴുകുമ്പോൾ അതിന്റെ കളർ അങ്ങ് മാറും കേട്ടോ. അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ കറുപ്പ ഇത് വേണ്ടാന്ന് പറയാനും പറ്റത്തില്ല. അത് നമ്മൾ എടുക്കുന്നത് എടുത്തേ പറ്റത്തുള്ളൂ, ലേലം വിളിച്ചെടുക്കുന്നത്. പക്ഷെ കറുപ്പ് വളരെ കുറവാണ്, അധികമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ എന്താണ്, ഈ കേരളത്തിലെ ഈ മാസം എന്ന് പറയുന്ന സ്ത്രീകളുടെ നടുവൊടിയുന്ന മാസമാണ്. ഡെയിലി തൂക്കുന്ന മുറ്റമാണ്. ഇതിപ്പോ രാവിലെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈകിട്ടാവുമ്പോഴത്തേക്ക് ആ മുറ്റം മൊത്തം ഇലയായിരിക്കും. ആ പറമ്പ് ഞാൻ ഡെയിലി തൂക്കാറില്ല കേട്ടോ. 3-4 ദിവസം കൂടുമ്പോഴേ തൂക്കാറുള്ളൂ. കാരണം തൂത്താലും വീണ്ടും പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ഞാൻ വിചാരിക്കും 3-4 ദിവസം നിന്നങ്ങ് പൊഴിയട്ടെ, അതിനുശേഷം തൂത്തുകളയാന്ന്. പിന്നെ ലാസ്റ്റിൽ എല്ലാ കുഴിയക്കവും കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ തൂത്തുവാരൊക്കെ കൊണ്ട് ടെറസും നമ്മുടെ പാത്തിയും എല്ലാം ഉൾപ്പെടെ അതൊരു 2-3 ദിവസത്തെ പണിയാണ്. മെഷീൻ വെച്ച് അടിച്ചു കളഞ്ഞെങ്കിലേ അതൊക്കെ പോകത്തുള്ളൂ. അപ്പൊ മീൻ കഴുകി നന്നായി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് കണ്ണോപ്പയിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. മീൻ വെട്ടിക്കൊണ്ടാണ് വരുന്നതെന്നെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണും. ആ വയറുഭാഗവും പള്ളഭാഗം എന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇവർക്ക് കൊടുക്കും കേട്ടോ. ഇത് പെൺകുഞ്ഞാണ്, നീണ്ടു നിവർന്ന് വയറ് നിറഞ്ഞിട്ട് കിടക്കുവാണ്. ഇതുവരെ എൻ്റെ അടുത്ത് അടുത്തിട്ടില്ല, അടുക്കത്തുമില്ല, തൊടാൻ നിന്ന് തരത്തുമില്ല. പക്ഷെ അവൻ അങ്ങനല്ല കേട്ടോ. ഇപ്പൊ കണ്ടോണം, ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ വന്ന് ഇങ്ങനൊരു കിടപ്പുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിമറിഞ്ഞിട്ട് എന്റെ കാലേ വന്ന് തോണ്ടും. ഞാൻ എവിടെ ഇരിക്കുന്നോ അതിന്റെ കീഴിൽ വന്നിരിക്കും. ഭയങ്കര. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാല് കുറേ സമയം, മണിക്കൂറുകൾ ഞാൻ ഇവന്റെ കൂടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. സമയം പോകുന്നേ അറിയത്തില്ല. എന്നിട്ട് ഞാൻ കയറിപ്പോയാൽ എന്റെ പുറവേ ആ വാതില് വരെ വരും. പിന്നെ അകത്തോട്ട് കയറത്തില്ല കേട്ടോ, വാതില് വരെയുള്ളൂ പ്രവേശനം. പക്ഷേ ഇവൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഇടയ്ക്ക് കടിക്കാൻ വരും കേട്ടോ. അത് എന്റെ ഒരു വെറുതെ വരുന്നയാണോ നമ്മളെ കളിപ്പിക്കുന്നയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാനതും കൊണ്ട് അവനെ തൊടുവന്നേലും ചെരുപ്പിട്ട് കാലും കൊണ്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പേടിയാണ്. അവള് വിശാലമായിട്ട് വയറ് നിറഞ്ഞ് കുമ്പ നിറച്ച് തിന്ന് ചിന്നിയും രാത്രി വരെ അവിടെ കാണും കേട്ടോ. മയങ്ങി ഇങ്ങനെ കിടന്നോളും. അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിൽ നിന്ന് കുറച്ച് മീനും അതിൻ്റെ മുള്ളും എല്ലാം കൂടെ എടുത്തൊരു മീൻകറി വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ കറി വെക്കേണ്ട, എന്തെങ്കിലും ഒരു തോരൻ വെച്ചാൽ മതി. ഓൾറെഡി നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി പോലെ വെച്ചു. ഒരു മീൻ വെക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ ചുരക്ക ഉണ്ടല്ലോ, ചുരക്കയും പരിപ്പും കൂടി ഇട്ട്, ഡാല് കറിയല്ല, പരിപ്പും തക്കാളിയും കൂടി ഇട്ട് തേങ്ങ അരച്ചൊരു ഒഴിച്ചുകറി പോലെ ചെയ്തായിരുന്നു. അത് വേറെ മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊന്നും. പച്ചമുളകാണ് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ലേശം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, ഇത്രയാണ്. അപ്പം ആദ്യം മീൻ കറി വെക്കുന്നില്ല, മീൻ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തങ്ങ് തീർക്കാം എന്നുള്ളൊരു പ്ലാനോടാണ് ചെയ്തത്. അപ്പം പിന്നെ വിചാരിച്ചുവെങ്കിൽ ഇച്ചിരി കഷ്ണങ്ങളെടുത്തൊരു മീൻ കറി വെക്കാം. ഒരു മീൻ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന പ്രധാന ഘടകം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നേ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞണേ. എൻ്റെ അഭിപ്രായത്തിൽ കുടംപുളിയാണ് കേട്ടോ. അപ്പം ഞാനിവിടുന്ന് കുടംപുളി സെയിൽ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്തത് ഇത്തിരി സോഫ്റ്റായിരുന്നേ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്രാവശ്യം ഞാനൊരു ഇത്തിരി കട്ടിയുള്ള കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റല്ല, വേണ്ടേ, നല്ല പുളിയാണ് കേട്ടോ. ഇത്രയും 1 കിലോയിൽ കൂടുതലുണ്ട് ഈ മീൻ, ഒരു 1.25 കിലോയോളം. അതിന് ഞാൻ ഈ ടൈപ്പിലെ ഒരു 4 ചുളയാണ് ഇട്ടത്. നല്ല പുളിയുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുടംപുളി മോശമാണെങ്കിൽ നമ്മുടെ മീൻകറിയും അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല, എങ്ങനെയൊക്കെ വെച്ചാലും. ആ കുടംപുളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. ചിലത് കമർപ്പായിരിക്കും, കയ്പ്പായിരിക്കും. അപ്പോൾ അതാ മീൻകറി റെഡിയായി വരുന്നു. മീനച്ചാറിടുന്ന ദിവസമാണ്, അപ്പോൾ അതിൻ്റെ മുള്ളും സംഭവങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറിൻ്റെ പീസാണ് കേട്ടോ. അതാ കുഞ്ഞു കുഞ്ഞായിട്ട് അതിൽ നിന്ന് കുറച്ച് പീസും എടുത്തിട്ട് ഒരു മീൻകറി ആക്കിയതാണ്.
കാരണം ഇതുണ്ടെങ്കിൽ പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് ഇത് ചൂടാക്കി യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു തോരനൂടെ വെച്ചാൽ മതി. എല്ലാ ദിവസവും അച്ചാറടക്കമാണല്ലോ ഇവിടുന്ന്. അച്ചാറടക്കം, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കൽ, പല കാര്യങ്ങളാണല്ലോ. അപ്പോൾ എല്ലാ ദിവസവും അടുക്കളയിൽ കയറാൻ ടൈം കിട്ടാറില്ല. ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയം അങ്ങ് ചെയ്തു വെക്കും. അപ്പോൾ മീൻകറി റെഡിയായി. ഇനി ഈ ചട്ടിക്കകത്തിരുന്ന് അതൊന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകും. ഇപ്പോൾ ദാ ഈ പരുവം മതി. രാത്രി പ്രേയറിന് പോയിട്ട് വരുമ്പോൾ രാത്രി ഒരു 9:30, 9:45 അടുപ്പിച്ചാവും കേട്ടോ. അതിനുശേഷം വന്ന ഓട്ടന്നെ ഞങ്ങൾ രണ്ടുപേരും കടയിലോട്ടാ ചാടുന്നത്. പാക്കിങ് ചെയ്യണമല്ലോ, നമുക്ക് കൊറിയറും അയക്കണ്ടേ. നമുക്ക് ജോലിയുണ്ട്, പ്രേയർ ഉണ്ടെന്നും പറഞ്ഞ് പാഴ്സൽ അയക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. കുറെ ദിവസം ഞാൻ പൊതിഞ്ഞു വെച്ചു. അപ്പോൾ അതിനുശേഷമുള്ളത് വലിയ പാഴ്സൽ ഞാൻ ജോസാന്റെ അടുത്ത് പറയാം, ജോസെ പൊതിഞ്ഞു വെക്ക്, ഞാനിവിടെ വന്നിട്ട് ഇതുപോലെ ഡയറിക്കകത്ത് ഓരോന്ന് പറയും, ഞാൻ ടിക്ക് ചെയ്യും. ചെറുത് 2-3 ഐറ്റം ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, വലുത് ഞാനൊന്ന് നോക്കാറുണ്ട്. കാരണം ഇടയ്ക്ക് ജോസാൻ എനിക്ക് പണി തരാറുണ്ട് കേട്ടോ. ചിലർക്ക് മീൻ വെക്കേണ്ടടുത്ത് ബീഫ് വെച്ച് കൊടുക്കും, 1/2 കിലോ വെക്കേണ്ടടുത്ത് 1 കിലോ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ 1/4 കിലോ വെക്കേണ്ടടുത്ത് 1/2 കിലോ വെക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ ജോസാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഒരു സാധനം വെക്കത്തില്ല. അതെന്താണെന്ന് അറിയാമോ? ഈ പകലൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കടയിൽ ആരെങ്കിലും സാധനം മേടിക്കാൻ വരും, പിന്നെ കോൺസെൻട്രേഷൻ പോവും, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന സാധനം അങ്ങോട്ട് മാറ്റി വെക്കും, മൊത്തം വെക്കത്തുമില്ല. അതുകൊണ്ട് ഇപ്പം ഇടയ്ക്കൊക്കെ ഞാൻ വന്നൊന്ന് റീചെക്ക് ചെയ്തിട്ടാണ് ഫൈനൽ പാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദിവസം ഒറ്റ ദിവസം എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അച്ചാറിടത്തില്ലെന്ന്. അങ്ങനെ മീൻ വറുത്ത് വെച്ചിട്ടാണ് അന്ന് ചർച്ചിൽ പോയത്. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അച്ചാറിടുന്നത് കേട്ടോ. മീൻ വറക്കല് തന്നെ പകുതി വറുത്ത് വെച്ചിട്ടാണ് പ്രേയറിന് പോയത്. ബാക്കി വന്നിട്ടാണ് വറുത്തത്. ഏകദേശം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു മൊത്തം വറുത്ത് തീർന്നപ്പം. അതിനുശേഷം മീൻ വറക്കൽ ഇരുന്നുള്ള പരിപാടിയാണല്ലോ. മണിക്കൂറുകൾ വേണം ഈ മീൻ വറക്കാൻ കേട്ടോ. ബീഫിന് അത്ര പാടില്ല, ബീഫ് നമ്മളൊന്ന് വേവിച്ചിട്ടല്ലേ വറക്കുന്നത്, അതുകൊണ്ട്. അപ്പൊ അന്ന് ഏകദേശം 1 മണിയോടെ വറപ്പ് കഴിഞ്ഞിട്ട് 2-2:30 കുളിച്ചൊക്കെ ഒന്ന് കിടന്നപ്പോ. അതിനുശേഷം പിന്നെ രാവിലെ എണീറ്റ് മീൻ അച്ചാറടക്കമാണ് കേട്ടോ. ഉള്ളിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എല്ലാം റെഡി ആണെങ്കിലും ഇതെല്ലാം ഒന്ന് എന്താണ് ഒരുമിപ്പിച്ച് വരുമ്പോ തന്നെ ഒരു കുറെ മണിക്കൂറുകൾ പോകും കേട്ടോ. ഇഞ്ചി അരയ്ക്കുക, ഞാൻ ഇഞ്ചി അരച്ചാണ് ചേർക്കുന്നത്. നല്ല ഗ്രേവിക്ക് ഒരു കൊഴുപ്പും കിട്ടും. ഇഞ്ചി കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് നല്ലതായിരിക്കും. പിന്നെ ആദ്യമൊക്കെ ഞാൻ വെളുത്തുള്ളി അരച്ച് ചേർക്കുമായിരുന്നു. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും മൊത്തത്തിൽ അരിഞ്ഞ് ചേർക്കുമായിരുന്നു. പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി അച്ചാറിലൊന്ന് കാണാൻ കിട്ടണമല്ലോ, അതുകൊണ്ട് ഇപ്പം വെളുത്തുള്ളി ഞാൻ അരയ്ക്കാറില്ല. ഇഞ്ചി അരച്ച് ചേർക്കും. ആവശ്യത്തിന് വിനാഗിരിയും എണ്ണയും മാത്രമാണ് നമ്മുടെ അച്ചാറിൽ. അതുകൊണ്ട് അധികം സ്ട്രോങ് അല്ലാത്ത വിനാഗിരിയാണ് എടുക്കുന്നത്. നമുക്ക് ഗ്രേവി പോലെ വേണം. ഒട്ടും വെള്ളം ചേർക്കാറില്ല. ഞാൻ എൻ്റെ ഒറ്റ അച്ചാറുകളിലും വെള്ളം ചേർക്കാറില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. 25 കിലോ മീനായിരുന്നു. അതിന്റെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ വിചാരിക്കും, അയ്യോ ഇത് ഭയങ്കര ഗ്രേവി ആണല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ പറയാറുണ്ട് കേട്ടോ, ഗ്രേവി ആണല്ലോ, ലീക്കായി പോകുമല്ലോ എന്ന്. പക്ഷെ പിറ്റേന്നുള്ള വീഡിയോയും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. മൊത്തം നമ്മുടെ കഷണത്തേൽ പിടിച്ച് നല്ല സെറ്റ് ആവും കേട്ടോ. നമുക്ക് എന്നും ഇവിടുന്ന് കൊറിയറുണ്ട്, പോസ്റ്റ് ഉണ്ട്. അപ്പം അവധിക്ക് വരുന്നവരൊക്കെ 1 മാസം മുമ്പേ ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് ഇട്ടേക്കും. പിന്നെ എന്റെ ഡ്യൂട്ടിയാണ് കറക്റ്റ് സമയത്ത് അവർക്ക് സാധനം കൊടുക്കുക എന്നുള്ളത്. വിദേശത്തോട്ടൊക്കെ കൂടുതലും ഫ്രഷ് ആയിട്ടുള്ളതാണ്. അതായത് ഇന്റർനാഷണൽ കൊറിയർ മാത്രമല്ല കൊണ്ടുപോകുന്നവരും. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അയച്ചു കൊടുത്ത് സാധനം കിട്ടിയില്ലെങ്കിലോ അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ നമുക്ക് തിരിച്ചയച്ചു കൊടുക്കാം. പക്ഷെ ഇന്റർനാഷണലുകാർക്ക് അത് പറ്റില്ലല്ലോ. എന്ന് വെച്ച് പ്രശ്നം വരുന്നു എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു മനസമാധാനം അത്രയേ ഉള്ളൂ. ഇതേണ്ടേ, പിറ്റേന്ന് നമ്മുടെ അച്ചാറിന്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഒട്ടുമേ ഗ്രേവി ഇല്ല, അതെല്ലാം ആ കഷണത്തെ പിടിച്ച് മുട്ടൻ കഷ്ണങ്ങളാണ് കേട്ടോ. എൻ്റെ അച്ചാർ മേടിച്ചവർക്കറിയാം, ഓവറായിട്ട് വിനാഗിരി ഇല്ല, ഓവറായിട്ട് ഉപ്പില്ല. ചില ബാച്ചുകൾ ഇത്തിരി ഒന്ന് എരി കൂടി നിൽക്കും, ചിലത് കുറവായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എന്താണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് നമ്മുടെ മീനച്ചാർ എന്ന് പറയുന്നത്. ഒത്തിരി സന്തോഷം. ഞാൻ സ്റ്റാറ്റസിൽ ഇത് കാണിച്ചിരുന്നു. കാരണം നമ്മള് ഇത് ഞാൻ ചെയ്യുന്നതല്ല, എന്റെ ചേച്ചി ചെയ്യുന്നതാണ്. ഹോം മെയ്ഡ് സോപ്പ് 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഉപയോഗിച്ച് തുടങ്ങിയവർ ഇപ്പോൾ ധാരാളം ഫീഡ്ബാക്കുകൾ തരുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ സ്റ്റാറ്റസിലും ഇട്ടിരുന്നു. 4 ടൈപ്പ് സോപ്പാണ് ഉള്ളത്. നീം തുളസി ഹണി, പിന്നെ ആലുവേര ക്യാരറ്റ് ഹണി, പിന്നെ ആലുവേര ഹണി, ഇങ്ങനെ 4 ടൈപ്പാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയവർ എനിക്ക് ഫീഡ്ബാക്ക് തരുന്നത്
സ്കിൻ അലർജി ഉള്ളവർ, സോപ്പ് ഉപയോഗിച്ചാൽ അലർജി ഉള്ളവർക്ക് ഇപ്പം അലർജി ഇല്ല ഇത് ഉപയോഗിക്കുമ്പോൾ. ഡ്രൈ സ്കിൻ ആയിരുന്നു, ഇപ്പോൾ അതൊന്നും മാറി വരുന്നു. സ്കിൻ നല്ല സ്മൂത്ത് ആയതുപോലെ തോന്നുന്നു. ഇങ്ങനെ ധാരാളം ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. ആദ്യം 2 ട്രൈ ചെയ്യാൻ മേടിച്ചവരിപ്പം 10ഉം 20ഉം വെച്ചൊക്കെ മേടിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ആദ്യം തന്നെ 20, 25, 30 വെച്ചൊക്കെ മേടിച്ചവരുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് തീരുന്നുണ്ട്. തീരുന്നതനുസരിച്ച് ഞാൻ പുതിയ ബാച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അടുത്ത ബാച്ചും തീരാറായി, പുതിയത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിപ്പൊടി കുറേ നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നല്ല തേങ്ങ കിട്ടാനില്ല, അത് തന്നെയാണ് പ്രശ്നം. തേങ്ങയ്ക്ക് ഭയങ്കരമായിട്ട് ഡബിളിൽ കൂടുതൽ വില കയറിയില്ലേ. അതുകൊണ്ട് ഞാൻ നാടൻ തേങ്ങയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം വേറെ തേങ്ങയിൽ എന്താ ചെയ്തുകൂടെയെന്ന്. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവല്, നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സിലൊരു ടെൻഷനാണ്, അയ്യോ എന്തായിത്തീരും എന്നുള്ള. ഇപ്പൊ ഞാൻ നാടൻ തേങ്ങയിലാണ് ചെയ്യുന്നത്. ഓർഡർ കൊടുത്ത് കുറേ നാൾ കഴിയുമ്പോഴാണ് എനിക്ക് തേങ്ങ കിട്ടുന്നത്. അതൊന്ന്. പിന്നെ ഞാൻ ആദ്യമൊക്കെ ബിസിനസ് തുടങ്ങിയ സമയത്ത് കൈയും കൊണ്ടായിരുന്നു ചെയ്യുന്നത്. അത് കുറച്ച് ചെയ്താൽ മതിയായിരുന്നല്ലോ. അതിനുശേഷം ഓർഡറുകൾ കൂടിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായപ്പോൾ മില്ലിലായിരുന്നു ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആ മില്ലിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ വിട്ടിട്ട് പോയി. പുതിയ ആരെയും കൊണ്ടേലും ചെയ്യിപ്പിക്കാൻ, എവിടുന്നേലും ചെയ്യാൻ എനിക്കൊട്ട് ഒരു ഇത് കിട്ടുന്നില്ല. കാരണം ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയുന്ന ഇത്തിരി വറപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലോ, എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാലോ കുറഞ്ഞാലോ മൊത്തത്തിൽ പോവും. അപ്പൊ എനിക്ക് 2 ദിവസത്തെ പണിയാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കല്. കുറെ പേര് റിക്വസ്റ്റ് ചെയ്തു, ബെൻസി എങ്ങനെങ്കിലും ഇച്ചിരി ചമ്മന്തിപ്പൊടി തരാമോ, വിലയൊന്നും പ്രശ്നമല്ല ബെൻസി, കഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കത് കേൾക്കുമ്പോ എന്താണ്, സങ്കടവും തോന്നും, ഒപ്പം ഒരു അഭിമാനവും തോന്നും. കാരണം നമ്മുടെ സാധനത്തിന് വേണ്ടി ഇത്രയും വാല്യൂ കൊടുക്കുന്നല്ലോ ആളുകള്. അപ്പം ഒരു ദിവസം മൊത്തം വറപ്പ്, അന്നത്തെ ആ തേങ്ങാ വറപ്പ് എനിക്കൊരു വെളുപ്പിന് 2, 2:30 വരെ തേങ്ങാ വറപ്പായിരുന്നു. അതിനുശേഷം പിറ്റേന്നാണ് അത് മൊത്തം തണുത്ത ശേഷമാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ചമ്മന്തിപ്പൊടിയും റെഡി ആയിട്ടുണ്ട്. ആദ്യം കുറേ പേര് പറഞ്ഞു വെച്ചവർക്ക് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളതാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ചമ്മന്തിപ്പൊടി ചെയ്യുന്നുണ്ട്. 2 ദിവസത്തെ പണിയാണ്, അതാണ് എനിക്കൊരു പ്രശ്നം. എന്റെ കയ്യിൽ മെഷീൻ ഒന്നും ഇല്ലല്ലോ. ചമ്മന്തിപ്പൊടി തേങ്ങ വറക്കുന്നതിന് മെഷീൻ മേടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ബഡ്ജറ്റിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാം ചിന്തിച്ചിട്ട് വേണമല്ലോ ഓരോ കാര്യങ്ങൾ എടുക്കാൻ. ഇനിയിപ്പോ ലോൺ ഇട്ടെടുക്കാന്ന് പറഞ്ഞാലും അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അടയാൻ പറ്റുമോ ഇല്ലയോ, ഇതെല്ലാം കണക്കാക്കി വേണമല്ലോ ഒരു മെഷീൻ എടുക്കാൻ. പക്ഷെ എനിക്ക് അത്യാവശ്യമാണ്. പുളി ഇത്രയും പോരാ, കുറച്ചെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഓരോ സമയത്ത് കുറേശ്ശെ കുറേശ്ശെ എടുത്തതാണ് കേട്ടോ. ആ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എന്റെ ചിക്കൻ മസാലയുടെ വറപ്പ് അതിൽ നടക്കും, സാമ്പാർ മസാലയുടെ, ഗരം മസാലയുടെ എല്ലാത്തിന്റെയും വറപ്പ് അതിനകത്ത് നടക്കും. കാരണം ഇതെല്ലാം ഞാൻ സ്വന്തം കൈകൊണ്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഓരോ ദിവസവും അച്ചാറുകൾ ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്നും ഈ അച്ചാർ ഇടുന്നെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാണെന്ന്. അതായത് ഇപ്പൊ ഒരു അച്ചാർ ഇട്ടാല്, ഞാൻ പറഞ്ഞല്ലോ മീനും ബീഫും ഒന്നും ഞാൻ കൂടുതൽ ഇട്ട് വെക്കാറില്ല, ഒരു 10-15 ദിവസത്തേക്ക്. അപ്പൊ ഈ 15 ദിവസത്തിനിടയ്ക്ക് അടുത്ത ബീഫ് ഇടണം, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, നാരങ്ങ തന്നെ പല ടൈപ്പ് ഉള്ളത്. ഇതിങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പോൾ ആദ്യം ഇട്ടത് തീരും. ഇതിനിടയ്ക്കാണ് പിന്നെ മസാലകൾ ഉണ്ടാക്കണം, പാക്കിങ്ങിന്റെ കാര്യങ്ങൾ നടക്കണം. പിന്നെ നമ്മൾ അല്ലാതെ പുറത്തുനിന്ന് എടുക്കുന്ന സാധനങ്ങളുണ്ട്, അതിന്റെയൊക്കെ ലേബൽ ഒട്ടിക്കണം, കാര്യങ്ങൾ നടക്കണം, സ്റ്റോക്ക് നോക്കണം. ഇതെല്ലാം നല്ല പണിയാണ്. അപ്പൊ ഞാൻ വറുത്തത് മൊത്തം പൊടിച്ചിട്ടില്ല, കുറച്ച് പൊടിച്ചപ്പോ വീഡിയോ എടുത്തിട്ട് ബാക്കി പൊടിക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറേ നാൾ മുമ്പേ ഓർഡർ ചെയ്ത് പറഞ്ഞവർക്കെല്ലാം കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അത് സ്റ്റാറ്റസ് ഇട്ട ഉടൻ തന്നെ തീർന്നു. ഇപ്പൊ അടുത്ത പാച്ചയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇപ്പൊ ചമ്മന്തിപ്പൊടി സ്റ്റോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. വിശേഷങ്ങൾ പറയാൻ ഇനിയും ധാരാളം ഉണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇനി എന്നായിരിക്കും വരുന്നതെന്ന്. ഉടനെ വരാം കേട്ടോ. ബൈ, ഗോഡ് ബ്ലസ് യു.